നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പുനരാരംഭിക്കുക, ജങ്കാർ നടത്തിപ്പിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM ജനപ്രതിനിധികളുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ മലയാള വിഭാഗം UGC സഹകരണത്തോടെ സംഘടിപ്പിച്ച നാട്ടുപച്ച ദ്വിദിന സെമിനാറിന് തുടക്കമായി. ഭർതൃമതിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ വ്യാജസിദ്ധനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പുനരാരംഭിക്കുക, ജങ്കാർ നടത്തിപ്പിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM ജനപ്രതിനിധികളുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ എന്നിവരുടെ 48 മണിക്കൂർ നിരാഹാര സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ജങ്കാറിന്റെ കാര്യം പറഞ്ഞു. ഇതിനു മുമ്പ് ടാർ വാങ്ങിയ കേസിലുള്ള അഴിമതിയുടെ കഥ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് ടാർ വാങ്ങിയതിന്റെ കേസ്. അത് ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണ സംവിധാനം, ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം അഴിമതിക്കാർ കുത്തരക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് നേരെ. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പോ ഈ പുതിയ സമരമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഒരു ഘട്ടമാണിത്. ആ ഘട്ടം എന്ന നിലയിലേക്കാണ് ഇന്ന് മുതൽ നിരാഹാര സമരം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സത്യാഗ്രഹം നടത്തി, പ്രകടനങ്ങൾ നടത്തി, പ്രക്ഷോഭണങ്ങൾ നടത്തി, പാർട്ടി നടത്തി, ബഹുജന സംഘടന നടത്തി, ജില്ലാ പഞ്ചായത്ത് ഓഫീസിനകത്ത് അതിന്റെ പ്രക്ഷോഭണങ്ങൾ കൊണ്ടുവന്നു. ആ മെമ്പർമാരെ വളരെ ശക്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനെല്ലാം ശേഷം ഈ പുതിയ ഘട്ടത്തിൽ ഈ സമരം വന്നിരിക്കുന്നു എന്നതാണ് നേരെ. കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷ പാർട്ടിയുടെയോ സമരമല്ല ഇത്. ഞങ്ങളാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത് നേരെ. പക്ഷേ ഈ സമരം നമ്മുടെ തീരദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഡേവിസ്, OA സുകുമാരൻ, KK അബീദ് അലി, CT ജോൺ, KN ഔഷാദ്, PJ ഫ്രാൻസിസ്, ഷായി അയ്യാരിൽ, KS സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ CPMന്റെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ നിരാഹാര സമരം നടത്തും. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ മലയാള വിഭാഗം UGC സഹകരണത്തോടെ സംഘടിപ്പിച്ച നാട്ടുപച്ച ദ്വിദിന സെമിനാറിന് തുടക്കമായി. ഹരിത സങ്കല്പനം സാഹിത്യത്തിലും പ്രകൃതിയിലും രാഷ്ട്രീയത്തിലും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ നമ്മൾ വെള്ളം സൂക്ഷിച്ച് അനുഭവിക്കണം. ഇവിടെ എന്തുണ്ടായി? കേരളത്തിൽ വലിയ അണക്കെട്ടുകളുണ്ടായി. 2 കാര്യം. ഹരിദ്വാരം 2 പട്ടണങ്ങൾക്ക് വെള്ളമുള്ള അർബൻ ഏരിയ നശിച്ചിട്ടാണ്. ഒരു ഡാം 30 കൊല്ലത്തിലാണ്. പിന്നെ ഓർമ്മകളിലാണ്. ഇത് പല രാജ്യങ്ങളും ഡാമുകളിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടെയും കേരളത്തിലും ഈ പ്രശ്നമുണ്ട്. 44 ഡാം പുഴകളുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. ഇത്രയും പുഴകളുണ്ട്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഞാൻ പിന്നെ പറയാം, അതിന് സംസാരിക്കുന്നില്ല. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ മഹാരാഷ്ട്രയിലാണ് കേരളമടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതവിടെ വെച്ച് അവസാനിപ്പിക്കാൻ മുമ്പൊക്കെ മരങ്ങൾ പണിയുള്ള മനുഷ്യരാണ്. അവൻ്റെ അധ്വാനമാണ്. ഇപ്പോൾ JCB ഒരു സാധനമാണ്. ആ JCB ആണ് എല്ലാം. അപ്പം ഇവിടെ വലിയ മലകളിലൊക്കെ കൃഷിക്കാരുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. മലയാള വിഭാഗം മേധാവി ലിറ്റി ചാക്കോ, അധ്യാപിക KA ജെൻസി എന്നിവർ സംസാരിച്ചു.
പ്രഗത്ഭ വിഷചികിത്സാ വിദഗ്ധനായ ഉള്ളന്നൂർ മനയിലെ വിമല തമ്പുരാട്ടിയുമായും ഫോട്ടോഗ്രാഫർ NA നസീറുമായും സംവാദങ്ങൾ നടന്നു. G വേണുഗോപാൽ, പ്രൊഫസർ സുനിൽ P ഇളയിടം എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഭർത്തൃമതിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ വ്യാജസിദ്ധനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ആലത്തൂർ സ്വദേശി ചാലുപുള്ളി വീട്ടിൽ അമീർ അലി എന്ന ഗുരുജിയാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവതിയെയും 5 വയസ്സായ കുട്ടിയെയുമാണ് ഇയാൾ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തട്ടിക്കൊണ്ടുപോയത്. കടം വീട്ടാൻ സഹായിക്കാമെന്ന് പറഞ്ഞ യുവതിയെയും യുവതിയുടെ സഹോദരനെയും പരിചയപ്പെട്ടു. തന്റെ കൂടെ വന്നില്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് യുവതിയെ കല്യാണം കഴിക്കാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്തു. വിവാഹിതനും 4 കുട്ടികളുടെ അച്ഛനുമാണ് അമീർ അലി. ആലത്തൂർ സ്വദേശിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയതിനും ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്. SI MJ ജിജോ, ASI മനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാകേഷ്, രാജീവ്, വനിതാ CPOമാരായ റംല, ഷീബ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അഴീക്കോട് കൊട്ടിക്കലിൽ മോട്ടോർ ബൈക്ക് തീവച്ച് നശിപ്പിച്ചു. കൊട്ടിക്കൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ഈരേഴത്ത് സുധീറിന്റെ ഹീറോ ഹോണ്ട ബൈക്കാണ് കത്തി നശിപ്പിച്ചത്. രാത്രി വീട്ടുമുറ്റത്ത് വച്ചിരുന്ന ബൈക്ക് കാണാതാകുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് IHRD കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം നടത്തി. ഉപയോഗയോഗ്യമായ ക്ലാസ് മുറികൾ ലഭ്യമാക്കുക, കുടിവെള്ളവും പ്രാഥമിക സൗകര്യങ്ങളും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സമരത്തെ തുടർന്ന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പ്രിൻസിപ്പാൾ ഉറപ്പു നൽകിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. PH ഹരിത, S ബാലഗോപാൽ, CJ അരുൺ, KH അഖിൽ, KS ശ്യാം, KL ദേവിക, CJ അഖിൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.